നാവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത് പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം അന്നേരം ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, നാവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തത്, അധികാരം ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ 10 പേരെ വിളിച്ച് സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റാത്തത് പ്രാർത്ഥന വഴി നേടിയെടുക്കാൻ നമുക്ക് പറ്റും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനോട് ചേർത്ത് നമ്മൾ തുടങ്ങുകയാണ്. നല്ലൊരു വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. യെശയ്യാ 45:2 വചനം ഇങ്ങനെയാണ്: ഞാൻ നിനക്ക് മുമ്പേ പോകും, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒന്നും കൂടെ കേൾക്കാം. ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നൊരു വാക്കാണ്, ഞാൻ നിനക്ക് മുമ്പേ പോകും. ഞാൻ പോകുന്നതിന് മുമ്പ് ദൈവം പോകും. പോയിട്ടോ നിന്റെ മുമ്പിൽ ഉയർന്നിരിക്കുന്ന മല, ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി, അത് ഞാൻ നിനക്ക് മുമ്പേ പോയി അത് നിരപ്പാക്കും, പരിഹരിക്കും. എന്നിട്ടോ അടുത്തത്, ഇനിയും നിനക്ക് ഈ മല കഴിഞ്ഞ് താഴെ അപ്പുറത്തുള്ള ഇരുമ്പോടാമ്പല് പോലുള്ള പ്രശ്നങ്ങൾ കാണും. അതിനുശേഷം പിച്ചളവാതില് പോലുള്ള പ്രതിസന്ധി കാണും. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി ഇരുമ്പോടാമ്പലുകൾ ഒടിച്ച് പിച്ചളവാതിലുകൾ തകർത്ത് നിനക്കുള്ള ഒരു നല്ല വഴി ഞാൻ തുറന്നു തരും. ഹല്ലേലൂയ. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവം വഴി തുറന്നു തരും. ദൈവം തുറക്കാത്ത വഴി ഞാനോ നിങ്ങളോ ഇരുന്ന് തുറന്നാൽ അതൊരിക്കലും മുന്നോട്ട് പോകില്ല. 10 ദിവസം മുന്നോട്ട് പോകും, പിന്നെ നമുക്കത് ഒരു വലിയ പ്രതിസന്ധിയായി മാറും. ദൈവം വഴി തുറന്നു തരുന്ന ദൈവമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഇത്രയും പേര് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ ഈ വയസ്സ് വരെ നമ്മൾ പലതും ജീവിതത്തിന്റെ ഉയർച്ച ആഗ്രഹിച്ച് ഒത്തിരി കാര്യങ്ങൾ തുറന്നിട്ടുണ്ട്. ബിസിനസ് തുറന്നിട്ടുണ്ട്, പലതും തുറന്നിട്ടുണ്ട്. നമ്മൾ തുറന്നതൊക്കെ അടഞ്ഞു പോയിട്ടുമുണ്ട്. പക്ഷെ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഓർത്തിരിക്കും, ദൈവം തുറന്നാൽ അടയ്ക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ തുറന്നാലോ അത് ആർക്കും അടച്ചു കളയാം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവം നമുക്ക് മുമ്പേ പോകും. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഒന്നും കൂടെ ആ വചനം കേട്ടെ. ദൈവം നമുക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും. ഇനി മലകൾ നിരപ്പാക്കിയില്ലല്ലോ, ഒരു പ്രശ്നമുണ്ട്. ഞാനും നിങ്ങളും ദൈവവും ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ഒന്നും വേണ്ട. അങ്ങനെ ഒരു പ്രതിസന്ധി ഇതാണ്. ഈ മല മുഴുവൻ ഞാൻ കയറേണ്ട മലയാ. ഇത് ഞാൻ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ആയുസ്സും ആരോഗ്യം പകുതി അവിടെ പോകും. ഈ മല കയറി ഇറങ്ങുമ്പോഴത്തേക്ക് ദൈവം ഇല്ലാതിരുന്നാലുള്ള പ്രശ്നം അതാ. നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാലോ ഈ മല കയറേണ്ട വരില്ല. ഇത് ഞാൻ കയറാതെ തന്നെ, ഞാൻ കയറേണ്ട ഒരു മലയായിരുന്നു, ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ദൈവം ഇടിച്ചു താഴ്ത്തി നിരന്ന നിലയിലാക്കും. നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ മാറ്റി ദൈവം വഴി തുറന്നു തരും. ദൈവം വഴി തുറക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം വഴി തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വഴിയെക്കുറിച്ച്, ദൈവം തുറക്കുന്ന വഴി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ദൈവവചന ഭാഗമാണ്. ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുവാണ്. ഈശോ മരിച്ചതിന് ശേഷം ശിമയോൻ പത്രോസ് അനുദിന ജീവിതത്തിന്റെ വരുമാനം ഒന്ന് ശരിപ്പെടുത്താൻ വേണ്ടി ഒരു വഴി തുറന്നു. ആ വഴിയാണ് ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇതാര് തുറന്ന വഴിയാണ്? ഇത് ശിമയോൻ പത്രോസ് ഈശോ മരിച്ചു, ഇനി വലിയ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിൽ തോന്നിയ സമയത്ത് ശിമയോൻ പത്രോസ് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകണം, എന്തെങ്കിലും ഒരു വരുമാനം വേണം, ജീവിക്കണം മുന്നോട്ട്, ഇങ്ങനെ പോയാൽ പോരാ. അങ്ങനെ ഒരു തുറന്നൊരു വഴിയാണത്. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും, ഒരു രാത്രി 12 മണിക്കൂറോളം കണക്ക് കൂട്ടിക്കോ, 12 മണിക്കൂറോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ചിന്തിച്ചു, വെസ്റ്റ് ഒന്ന് ചിന്തിച്ചു, കടലിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കുകയല്ല.
കടലിൽ വലിയ വിലയുള്ള മത്സ്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ദൈനംദിന ജീവിതത്തിനുള്ള എന്തെങ്കിലും ഒരു മീനിന്റെ തരിയെങ്കിലും കിട്ടാതിരിക്കത്തില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച കടലിൽ മീനുണ്ട്, പക്ഷെ ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അത് എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത്? ദൈവം അടച്ചു കളഞ്ഞ വഴിയാണെങ്കിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും കിട്ടത്തില്ല. ഹല്ലേലൂയ. ദൈവം അടച്ചതാണെങ്കിൽ ആ അടച്ച വഴിയെ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് തുറന്നെങ്കിൽ നമ്മൾ അധ്വാനിക്കാവുന്നേ ഉള്ളൂ, നമുക്ക് നിരാശ മാത്രമേ കിട്ടത്തുള്ളൂ. ദൈവം അടച്ച ഒരു വഴി. ഇനി നേരം വെളുക്കാറായപ്പോൾ ഈശോ ആ കടൽ തീരത്ത് വന്നു. കടൽ തീരത്ത് വന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ? കിട്ടിയിട്ടില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഈശോ ഒരു വഴി തുറന്നു. അങ്ങനെയാണെങ്കിൽ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. അപ്പോൾ അവർക്ക് കിട്ടി. അതിനെത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഈശോ നേരം വെളുക്കുന്ന സമയത്ത് അവിടെ വന്നു, അവരോട് വലയിടാൻ പറഞ്ഞു. അവർക്ക് വലയിട്ടു, ഇഷ്ടം പോലെ കിട്ടി. ഏകദേശം 1 മണിക്കൂർ പോലും എടുത്തിട്ടുണ്ടാവില്ല. 12 മണിക്കൂർ അവർ അധ്വാനിച്ചിട്ട് കിട്ടാത്തതിന്റെ 100 മടങ്ങാണ് ഒരേ 1 മണിക്കൂർ അധ്വാനിച്ചപ്പോൾ കിട്ടിയത്. അതാണ് ദൈവം തുറന്നാലും മനുഷ്യൻ തുറക്കുന്ന വഴിയും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. നമ്മളൊക്കെ ഓർത്തു നമ്മളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാ. അതുകൊണ്ട് നമ്മൾ ഓരോ വഴി തുറക്കുന്നത്. നമ്മൾ വഴി തുറന്നാൽ ചിലപ്പോൾ നമ്മുടെ ആയുസ്സും ആരോഗ്യമൊക്കെ വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു മെച്ചം ഉണ്ടാകത്തില്ല, ഒരു മിച്ചം വെക്കാനും ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ ഉള്ള വെയിലും മഴയും കഷ്ടപ്പാടും അധ്വാനവും ശരീരം പോയി തൊലിയും ചുളിഞ്ഞു നമ്മുടെ അധ്വാനം ഇങ്ങനെ കിടക്കുകയാണ്. ദൈവം വഴി തുറന്നാൽ അതിന്റെ പകുതിയുടെ പകുതി സമയം മതി നമ്മുടെ ആരോഗ്യം കൊണ്ട് നേടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കയ്യിൽ തരാൻ. അതാണ് ദൈവം തുറക്കുന്ന വഴിയുടെ പ്രത്യേകത. ഒന്ന്, ദൈവം നമുക്ക് മുമ്പേ പോകും, മലകൾ നിരപ്പാക്കും, പിച്ചളവാതിൽ ഒടിക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും. ദൈവം വഴി തുറന്നാലേ നടക്കത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ദൈവം വഴി തുറന്നില്ല, എന്റെ ആരോഗ്യം കൊണ്ട് ഞാൻ തുറന്നാലോ? ഞാൻ എന്നും പോരടിച്ചുകൊണ്ടിരിക്കും. ആരോട്? പിച്ചളവാതിലിനോടും ഇരുമ്പോടാമ്പലിനോടും ഈ മലയോടും ഇങ്ങനെ പോരടിച്ചോണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. 50 രൂപയുടെ ഒരു പൂട്ട് പൊട്ടിക്കണേ തന്നെ നമുക്ക് അരമണിക്കൂറോളം വേണം തല്ലി പൊട്ടിക്കണമെങ്കിൽ. അപ്പോഴാണ് ഇരുമ്പോടാമ്പൽ ഓടിക്കാൻ, പിച്ചളവാതിൽ തകർക്കാൻ നമുക്ക് സമയം കുറെ വേണം. നമ്മുടെ സമയം നഷ്ടമാണ്. നമുക്കത് നിരാശ മാത്രമേ തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്, ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറയാം ഹല്ലേലൂയ. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ നല്ലൊരു വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശം ഉള്ളവൻ പറയുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. ഒന്നും കൂടെ കേൾക്കാം വചനം. യെശയ്യാ 22:22 പഠിക്കാൻ വളരെ എളുപ്പമാണ്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു, അവൻ തുറന്നാൽ ദൈവം നമുക്കൊരു വഴി തുറന്നാൽ, ലോകത്തിലെ ഒരു മന്ത്രവാദി വിചാരിച്ചാലും, ഒരാഭിചാരം ചെയ്യുന്നോ വിചാരിച്ചാലും, ഒരു കൂടോത്രക്കാരൻ 100 പേര് വിചാരിച്ചാലും ദൈവം തുറന്ന വഴിയെ അടയ്ക്കാൻ കഴിയില്ല. അതാ വചനം പഠിപ്പിക്കും. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു, അവൻ തുറന്നാൽ ആരും അടക്കിയേല. ഇനി ദൈവം അടച്ചതാണല്ലോ, നമ്മളിവിടെ എത്ര തലകുത്തി മറിഞ്ഞാലും അത് തുറക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം നമ്മുടെ ഒരു കാര്യത്തിലേക്ക്, ദൈവം തുറന്ന വഴിയാണോ അത്? ദൈവം തുറന്ന വഴിയാണോ അത്? ദൈവം തുറന്ന വഴിയിലൂടെ നമുക്ക് മുന്നേറാൻ ഒരു മുന്നേറ്റം ഉണ്ടാകത്തുള്ളൂ. എത്രയോ ആളുകൾ ജീവിതത്തിൽ അധ്വാനിച്ച് മനസ്സ് മടുത്ത് നിരാശയിലായി, ഈ അധ്വാനിക്കുന്നതൊക്കെ വെറുതെ ആയിപ്പോയി. ദൈവം തുറന്നിട്ടില്ല, നമ്മളെ തുറന്നിട്ടുള്ളൂ. ദൈവം തുറന്നാൽ ഒരു വ്യക്തിക്കും അടയ്ക്കാൻ കഴിയില്ല. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? ഒരു കരം ഉയർത്തി ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവം വാതിൽ തുറക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം വിശ്വസിക്കാം, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകും. തുറക്കും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം തുറന്നാൽ പേടിക്കണ്ട, ലോകത്തിൽ ആര് വിചാരിച്ചാലും അടയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ചിന്തിച്ചോ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവം എനിക്കൊരു വഴി തുറന്നു എന്ന് കരുതുക. ദൈവം ഒരു വഴി തുറന്നെങ്കിൽ
ഇവിടെ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ആ വഴി അടയ്ക്കാൻ നോക്കിയാൽ അവരും അടുക്കുമെന്നല്ലാണ്ട് എൻ്റെ ഉയർച്ചയ്ക്ക് ഒരു തടസ്സവും സൃഷ്ടിക്കാൻ പറ്റത്തില്ല ആർക്കും. അതാ വചനത്തിന്റെ അർത്ഥം. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒന്ന് ഉറക്കെ പറയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22:22. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. കരങ്ങൾ താഴ്ത്താം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവം വഴി തുറക്കണം. ദൈവം വഴി തുറക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിലുള്ള ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ ഇവിടെ തുറക്കണം. ആദ്യം നമ്മളൊരു വഴി തുറക്കണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു വഴി നമ്മൾ അങ്ങ് തുറക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇരുന്ന് നമുക്കുള്ള വഴി തുറക്കും. ആദ്യം നമ്മളാണ് വഴി തുറക്കേണ്ടത്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി നമ്മൾ തുറക്കണം. ഇനി ഞാൻ ഈ വിഷയം പറയാൻ പോവാണ്. ദൈവം ആർക്ക് വഴി തുറക്കും? ദൈവം എല്ലാവർക്കും വഴി തുറന്നു കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവം എല്ലാവർക്കും ഞാനൊരു കുർബാന ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചേക്കാം, കുർബാന ചെല്ലിച്ചേക്കാം. പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് ഞാനൊരു കൃഷിക്ക് പോവാണ്, പക്ഷെ ഒരു കുർബാന ചെല്ലണം. ആ ഒരു കുർബാന ചെല്ലുമ്പോൾ ദൈവം എൻ്റെ വഴി അവിടെ തുറന്നു നമ്മളങ്ങ് ചിന്തിക്കുവാണ്. ഒരു കുർബാന ചെല്ലിച്ചു, ഒരു പ്രാർത്ഥന ചൊല്ലി, എന്തെങ്കിലും ഒരു നേർച്ച നേർന്നു, അവിടെ പോയേക്കാന്ന് വെച്ച് ഒരു നേർച്ചയുണ്ട്. അങ്ങനെ പെട്ടെന്ന് ദൈവം വഴി തുറക്കത്തില്ല. ദൈവം ആർക്കേ വഴി തുറക്കത്തുള്ളൂ? ദൈവത്തിന് വേണ്ടി വഴി തുറക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവം വഴി തുറക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതായത് ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇപ്പം സ്ഥിരമായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയിലാണ് ഒരാൾ ജീവിക്കുന്നത്. ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു വഴിയും തുറക്കത്തില്ല. ഒരു വ്യക്തി കടുത്ത മദ്യപാനത്തിലാണ്, ദൈവം ഒരു വഴിയും തുറക്കത്തില്ല. ഒരു കെട്ടിക്കിടക്കുന്നത് അവളെ പോലെ ചുമ്മാ ചാടുക, അതേ വെള്ളത്തിലേക്ക് വീണ്ടും വന്നു എന്നല്ലാണ്ട് മാറ്റമില്ല. ദൈവം ഒരു വ്യക്തി വാശിയിലും വൈരാഗ്യത്തിലുമാണ്, ആ വ്യക്തിക്ക് വേണ്ടി ദൈവം വഴി തുറക്കത്തില്ല. ഒരു വ്യക്തി കടുത്ത പാപത്തിന്റെ ഒരു ബന്ധനത്തിൽ ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ അശുദ്ധമായ ഒരു ജീവിത സ്റ്റൈലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ തലകുത്തി മറിഞ്ഞാലും ദൈവം ആ വ്യക്തിക്ക് വേണ്ടി വഴി തുറക്കുന്നില്ല. ഞാനൊരു കുർബാന ചെല്ലിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പെട്ടെന്നൊക്കെ പറയും, അതിലെല്ലാം പരിഹാരമാകുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന എത്രയും പേര് പ്രിയപ്പെട്ടവർ കേട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി നിങ്ങൾ തുറന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴി ദൈവം അനദർ സൈഡ്, അടുത്ത സ്ഥലത്ത് ദൈവം തുറന്നിരിക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു പ്ലംബിങ്ങിനും വയറിങ്ങിനും പോകുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേയും നൈറ്റും ഒരു ദിവസം തന്നെ 2 പണിയെടുക്കും. അങ്ങനെ ഒരാഴ്ച ഒരു 5000 രൂപ അവരെയൊക്കെ എത്തിക്കും, 5000, 6000 രൂപ. പക്ഷെ അദ്ദേഹം പറയാണ്, എൻ്റെ കടം വീട്ടാനും എനിക്ക് വീട് വെക്കാനുമുള്ള എൻ്റെ ആഗ്രഹമാണ്, ഞാൻ എൻ്റെ വഴി തുറന്നു, എൻ്റെ രക്ഷപ്പെടാനുള്ള വഴി തുറന്നാ ഞാൻ. പക്ഷെ 5000 രൂപ ഒരാഴ്ച കിട്ടിയാൽ ഈ 5000 രൂപ പോകുന്ന വഴി അറിയല. ഈ 5000 രൂപ ഇതിലെതിരെ പോകുന്ന അറിയത്തില്ല. അങ്ങനെ അദ്ദേഹം ദൈവത്തിന്റെ വചനമൊക്കെ കേട്ട് അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആൾ അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ച അവധിയാണ്, ഇപ്പൊ വെള്ളിയാഴ്ച ഇവിടെ വരുന്നതുകൊണ്ട് അതും ഒരു അവധിയാണ്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു 1500, 1700 രൂപയോളം കുറവാണ് കൈ കിട്ടുന്നത്. പക്ഷെ അദ്ദേഹം പറയാണ്, എനിക്ക് കൈ കിട്ടുന്നത് കുറവാണെങ്കിലും ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു വഴി തുറക്കാൻ വേണ്ടി ആദ്യത്തെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ തുറന്നതേ ഉള്ളൂ. ദൈവം എൻ്റെ കയ്യിൽ ഇപ്പോ ഒരു 3000, 4000 രൂപ കിട്ടിയാലും 1000 രൂപ കൊണ്ട് ഒരാഴ്ചത്തെ ചെലവൊക്കെ നിൽക്കും. 3000 രൂപ എനിക്ക് സേവ് ചെയ്യാൻ, സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ദൈവം തുറന്നാനുള്ള വഴി. ചിലപ്പോൾ നമ്മൾ തുറക്കുന്ന വഴി ചിലപ്പോൾ 10000 രൂപ വരുന്ന വഴിയായിരിക്കും. ഒറ്റ ദിവസം തന്നെ ലക്ഷങ്ങളൊക്കെ വരും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അറിയില്ല, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവം തുറന്നാലോ, ദൈവം തുറന്നു തന്നാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ അത് ഒരുപാട് കാര്യത്തിന് നമുക്ക് തന്നെ അത് ഉപകരിക്കും. ഒരുപാട് കാര്യത്തിന് നമുക്ക് തന്നെ അത് ഉപകാരമായി മാറും. അതാ വചനം പഠിപ്പിച്ചത്. യെശയ്യാ 22:22. അവൻ തുറന്നാൽ ആരും അടക്കിയല്ല. നമ്മൾ തുറന്നാലോ അത് അടയ്ക്കും. പലരും അടയ്ക്കും. ഒരു ചെറിയ ശക്തിക്ക് പോലും നമ്മൾ തുറക്കുന്ന വഴി അടയ്ക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവം വഴി തുറക്കും. ഉദാഹരണം, ബൈബിളിൽ 2 അനുഭവങ്ങളാണ് ഇതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിന്റെ ആദ്യ പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ജോസഫ്. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജോസഫ് എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നായിരുന്നു. അത് വലിയ ഉയർച്ചയ്ക്കുള്ളൊരു വഴിയാണ്. ജോസഫിന് വേണ്ടി ദൈവം തുറന്ന വഴി. ജോസഫ് ഒരു വിശുദ്ധിയോടെ ജീവിച്ചൊരു നല്ല മനുഷ്യനാണ്, ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണ്. ജോസഫിന് വേണ്ടി വഴി തുറന്നു. ഈ വഴി അടയ്ക്കാൻ വേണ്ടി സ്വന്തം സഹോദരങ്ങൾ തന്നെ കുറെ പണിയെടുത്തു.
ഈ വഴി മുന്നോട്ട് ഇവൻ പോയാൽ രക്ഷപ്പെടും, അതുകൊണ്ട് ഇവനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പിന്നെ ഇവനെ കൊല്ലണമെന്ന് ആലോചിച്ചു. പിന്നെ ഇത് 30 വെള്ളിക്കാശിന് രാജാവിന് വിറ്റു. അവിടെ ഇവൻ അടിമപ്പണിക്ക് ജയിലിനകത്തായി. പിന്നെ അടിമപ്പണി എടുപ്പിച്ചു. എല്ലാ വഴികളും അടയ്ക്കാൻ വേണ്ടി രാജാവടക്കം വീട്ടുകാരടക്കം കൂടപ്പുറപ്പടക്കം പരിശ്രമിച്ചു. പക്ഷെ ജോസഫിന് വേണ്ടി തുറന്ന വഴി അവന്റെ കുടുംബക്കാരും രാജാവടക്കം പരിശ്രമിച്ചിട്ടും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറി. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി ദൈവം വഴി തുറന്നാലും ശത്രുക്കൾ ഉണ്ടാവും. ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്നാലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. അലർന്ന സിംഹത്തെ പോലെ ഇപ്പം നമ്മളെ വിഴുങ്ങുമെന്ന രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാകും, വ്യക്തികളുണ്ടാകും, ശക്തികളുണ്ടാകും. പക്ഷെ നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. ദൈവം തുറന്ന വഴിയിൽ ആര് വിചാരിച്ചാലും നമ്മളെ തകർക്കാൻ കഴിയില്ല. ദൈവം തുറന്ന ഒരു വഴിയാണ് നിങ്ങളുടെ ബിസിനസിന്റെ ഭാഗമെങ്കിൽ, നിങ്ങളുടെ കൃഷി സ്ഥലമെങ്കിൽ, നിങ്ങളുടെ വളർത്തുമൃഗമെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് ദൈവത്തിന്റെ ഒരു തുറന്ന വഴിയാണെങ്കിൽ ആ ഒരു സാധ്യത അടയ്ക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോ, ഇത് ദൈവം തുറന്നൊരു വഴി നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോകുന്ന എപ്പോഴാണെന്നറിയോ? ദൈവം തുറക്കുന്ന ഒരു വഴി നമ്മളായിട്ട് ചിലർ അടയ്ക്കും. എങ്ങനെ? നമ്മൾ ഏതെങ്കിലും ഒരു പാപത്തിൽ വീഴുമ്പോഴാണ് ദൈവം തുറക്കുന്ന വഴി ഷട്ടർ ഇട്ട പോലെ അടഞ്ഞു പോകുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറയാം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം തുറന്ന വഴി ചിലപ്പോൾ നമ്മൾ അടഞ്ഞു പോകും. അതെങ്ങനെയാന്ന് ശ്രദ്ധിക്കാൻ പോവാണ്. ജോസഫ് എന്ന വ്യക്തിക്ക് ദൈവം തുറന്ന നല്ലൊരു വഴിയാണ്, വലിയൊരാളാകാനുള്ള ഒരു വഴിയാണ്. അത് പിശാച് അടയ്ക്കാൻ നോക്കിയത് എങ്ങനെയാണെന്നറിയോ? അവിടുത്തെ രാജാവിന്റെ ഭാര്യയ്ക്ക് ഈ ജോസഫിനോട് ഇഷ്ടം തോന്നി. ഒരു തെറ്റായ പ്രേമബന്ധം അവിടെ കടന്നുകൂടാൻ തുടങ്ങുകയാണ്, ഒരു ഇഷ്ടം. പക്ഷെ ജോസഫ് ആ ഒരു സ്നേഹത്തിനും ഇഷ്ടത്തിനും വഴങ്ങി കൊടുത്തിട്ടില്ല. കൊടുത്തായിരുന്നെങ്കിൽ ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരിയാകാനുള്ള ദൈവം തുറന്ന വഴി അവിടെ ഷട്ടർ ഇട്ട പോലെ അടഞ്ഞു പോയനെ. നമുക്കിവിടെ ഇരിക്കും ഇത്രയും പേർക്കും, ഈ നിൽക്കുന്ന എനിക്കും ദൈവം ഒരു ഉയർച്ചയ്ക്കുള്ള വഴി തുറന്നിട്ടുണ്ട്. എന്തായി നമുക്കവിടെ എത്താൻ പറ്റാത്തത്? നമ്മളൊക്കെ ഏതൊക്കെയോ പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കുറെ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഷട്ടർ ഇട്ട പോലെ നമ്മുടെ വളർച്ച നമ്മൾ തന്നെ അങ്ങ് അടച്ചിട്ടിരിക്കുകയാണ്. നമ്മളിത് തുറക്കണം. ചില പാപങ്ങൾ ഉപേക്ഷിക്കണം. ചില അശുദ്ധമായ മേഖലകളെ വെറുത്തുപേക്ഷിക്കണം. ചില പാപബന്ധനങ്ങളെ വെറുത്തുപേക്ഷിച്ചാലേ ദൈവം തുറക്കുന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ബൈബിളിൽ കാണുന്ന മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് ആരാണെന്നറിയോ? സമയക്കുറവുള്ളതുകൊണ്ട് പറയാം. ദാവീദിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ദാവീദ് ചെന്നിടത്തും പോയെടുത്തും എല്ലാം വിജയം, ദാവീദ് തൊട്ടതെല്ലാം പൊന്നെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പിന്നെ ദാവീദ് എവിടെയാ പരാജയപ്പെട്ടു പോയത്? ദാവീദ് ബേർഷബ എന്ന് പറയുന്ന ഒരു പരസ്ത്രീ ബന്ധം ജീവിതത്തിൽ ആരംഭിച്ചു. പല വ്യക്തികളെയും തകർക്കുന്ന സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാണ്. തെറ്റായ ചില ബന്ധങ്ങളാണ് അനേകം വ്യക്തികളെ ജീവിതത്തിന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തി കളഞ്ഞിട്ട് ദാവീദ് എന്ന വ്യക്തിയെ തകർത്തത് ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണ്. ആ സ്ത്രീയുടെ പേര് ബേർഷബ എന്നാണ്. ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ ദാവീദിന്റെ 1 സാമുവേലിന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ദാവീദിന് കർത്താവിന്റെ പ്രഹരമേറ്റു. പ്രവാചകൻ വന്ന് പറഞ്ഞു, ദാവീദേ, നിന്റെ ഭവനത്തിന് നേരെ ദൈവം ഇതാ ഒരു വാൾ ഉയർത്തിയിരിക്കുന്ന, ആ വാൾ നിന്നെ ആക്രമിക്കും. എപ്പോഴാണ് ദാവീദിന്റെ ഉയർച്ച? ദൈവം തുറന്ന വഴി അടഞ്ഞത് ദാവീദ് തന്നെ ചെയ്തൊരു പ്രവൃത്തി വഴിയാണ്, ഒരു തെറ്റു വഴിയാണ് അവന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുള്ള വഴി അടഞ്ഞു പോയത്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ ശരിക്കും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതൊക്കെയോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് എൻ്റെ ഉയർച്ചയ്ക്കുള്ള വഴി ഞാൻ തന്നെ മതിയെന്നും പറഞ്ഞ് അടയ്ക്കുകയാണ്. ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്, ദൈവം വഴി അടയ്ക്കുന്ന ദൈവം അല്ല. ഒരിക്കൽ കൂടി പറയാം, ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും എങ്ങനെയേലും രക്ഷപ്പെട്ടു പോകണമെന്നാണ് ആരാഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളത് രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പല പ്രവർത്തികളും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പല പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിന്റെ വഴിയെ അടച്ചു കളയുന്നു. ഈ വഴി തുറക്കാതെ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കത്തില്ല. ചേർന്ന് പറയാം ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ച്, നമ്മൾക്കൊരു പരാതി, ഞാൻ എത്ര നാൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, ഞാൻ എത്രയോ കുർബാന ചെല്ലിച്ചു, ഞാൻ എത്ര നാളായി കൊന്തയെല്ലാം തുടങ്ങിയിട്ട്, ദൈവം എന്താ ഒരു വഴി തുറക്കാത്തത്? ദൈവം വഴി തുറക്കും. ബൈബിളിന്റെ ആരംഭം മുതൽ നോക്കിക്കോ, നമ്മുടെ ദൈവം വഴി അടച്ച് ഒരുത്തിനെ ശ്വാസം മുട്ടിക്കുന്ന ദൈവം അല്ല. ദൈവം ഒരു വ്യക്തിയെയും വാതിലടച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടില്ല. ദൈവം വാതിൽ തുറന്ന് അനേകം ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ദൈവം ആരുടെയും വഴി അടച്ചിട്ടില്ല.
നമ്മുടെ പ്രവൃത്തി പലതും നമ്മുടെ കുടുംബത്തിന്റെ ദൈവാനുഗ്രഹത്തെ അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട ശ്രദ്ധിച്ച്, നമ്മളിപ്പോ കേട്ടു, ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്. അതിന്റെ മുമ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം അത് മാറ്റും. ദൈവം വഴി തുറക്കും. ഇനി ശ്രദ്ധിക്കുക, ബൈബിളിൽ ഞാൻ ഇന്നലെ ഞങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം ഒരു നല്ല ബോധ്യം എൻ്റെ മനസ്സിൽ തന്നു. ഒരു നല്ല ബോധ്യം. ആ ബോധ്യം നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ബോധ്യമാണ്. പിതാവായ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി തുറന്നൊരു വഴിയാണ് ഏത്? ഈശോ. പിതാവായ ദൈവം മനുഷ്യന് രക്ഷ കിട്ടാൻ വേണ്ടി തുറന്ന വഴിയാണ് ഈശോ. ഈശോ തന്റെ ഏകജാതനെ നൽകി. ഈ വഴി പിശാച് അടച്ചത് എങ്ങനെയാണെന്നറിയോ? ഈശോ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവസിച്ച് ആദ്യം ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആരാ? അമ്മയാണോ, സുഹൃത്തുക്കളാണോ, സഹോദരങ്ങളാണോ, ശിഷ്യന്മാരാണോ, പിശാചാണോ? 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കണ്ടേന്ന് സ്നേഹബുദ്ധിയാ അടുത്തി എന്ന് പറഞ്ഞത് പിശാചൻ. ആദ്യം ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ അവിടെ വന്നത് പിശാചാണ്. ഇനി പിശാച് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. പിശാച് എന്താ പറഞ്ഞത്? ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. 1% പോലും അതിനകത്തൊരു കുഴപ്പമില്ല ആ വാക്കിന്. കാരണം 40 ദിവസം ഉപവസിച്ച ഒരാൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ കല്ല് അപ്പമാക്കാൻ പറഞ്ഞിട്ട് വലിയ തെറ്റൊന്നും കാണാനില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്നും നമ്മളോട് പലരും പറയും, കല്ല് അപ്പമാക്കാൻ പറയുന്ന ആളുകളുണ്ട്. അതിന് വ്യക്തമായിട്ട് പറയാം. ഈശോ ഇത് കേട്ടപ്പം എന്താ പറഞ്ഞത്? ഓ, നല്ലൊരു ഐഡിയ ആണല്ലോ, എന്നാ കല്ലങ്ങ് അപ്പമാക്കിക്കോളാൻ പറയുവാണോ? കല്ല് അപ്പമാക്കുവാണോ ചെയ്തത്? ഈശോ കല്ല് അപ്പമാക്കി. അത്രയും വിശന്നിരുന്ന സമയത്തും എന്നാൽ കല്ല് അപ്പമാക്കി 2 ഭക്ഷിക്കാമെന്ന് വിചാരിച്ചില്ല. ഈശോ ഈ പ്രലോഭനത്തിന് 1% പോലും വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മളോട് കല്ല് അപ്പമാക്കാൻ പറയും, നമ്മളോട് ഒരുത്തിനെ തല്ലാൻ പറയും, ഇവിടെ അവിടെ പോയി അവരെ 2 തെറി വിളിക്കാൻ പറയും, അവിടെ പോയി 2 കുപ്പി മേടിച്ചുകൊണ്ടിരാൻ പറയും, ഒരു സ്മോള് കഴിക്കണ്ടേ ചോദിക്കും. നമ്മളെ കല്ല് അപ്പമാക്കാൻ പറയുന്നവരുണ്ട്. നമ്മൾ അതിനകത്ത് എന്നാ തെറ്റ്? ഇന്നത്തെ ലോകമല്ല, അങ്ങനെയൊക്കെ ചെയ്യാത്ത വല്ല ആളുകളുണ്ടോ? നമ്മൾ ഉടനെ കല്ല് അപ്പമാക്കും. ഈശോ ശ്രദ്ധിച്ചേ, ഈശോ കല്ല് അപ്പമാക്കിയില്ല. ഈശോ ഒരു കാര്യം ചെയ്തു. ആ പ്രലോഭനത്തിന് വഴങ്ങിയായിരുന്നെങ്കിലോ ഈ പിശാച് ഉന്തിത്തള്ളി ഈശോയിലേക്ക് കയറിയേനെ, ആ വഴി അടഞ്ഞ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈശോ വചനം കൊണ്ട് പിശാചിനെ തോപ്പിച്ചു. പ്രിയപ്പെട്ടവർ, നമുക്കും ഇതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രലോഭനം. കല്ലിനെ അപ്പമാക്കാൻ പറയും. ഇത് നമ്മളോട് പ്രവർത്തിക്കാൻ പറയും. ഇനി ഭയങ്കര സ്നേഹം പിശാചിന് ഉണ്ടായിരുന്നെങ്കിൽ പിശാചിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിശാചിന് കുറച്ച് കല്ലെടുത്ത് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്തുകൂടായിരുന്നു. അത് ചെയ്തില്ലല്ലോ. കുറെ കല്ലിനെ അപ്പമാക്കിക്കൊണ്ട് വരുമല്ല ചെയ്തത്. ഈ സുവിശേഷത്തിലേക്ക് വന്ന് നോക്കിക്ക്, 5000 പേർക്ക് ഈശോ കല്ല് അപ്പമാക്കി അല്ല കൊടുത്തത്, ഈശോ അപ്പത്തെ വർദ്ധിപ്പിച്ചാ കൊടുത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ ചെയ്തത്? ഈശോ 5000 പേരോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറെ കല്ല് പെറുക്കിക്കൊണ്ട് വാടാ, ഞാൻ ഇപ്പൊ അപ്പമാക്കി തരാന്നല്ല പറഞ്ഞത്, ഉള്ള അപ്പം വർദ്ധിപ്പിച്ചു തരാമെന്നാ പറഞ്ഞത്. കല്ലപ്പമാക്കുന്നത് ദൈവത്തിന്റെ രീതി അല്ല, അത് പിശാചിന്റെ ഒരു 1ാം തരം ടെക്നിക്കാണ് നമ്മളെ വീഴ്ത്താനുള്ള. പ്രിയപ്പെട്ട, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് പിശാചിന് കയറാനുള്ള വാതിൽ നമ്മൾ തുറക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ട്, നമ്മൾ എപ്പോഴാ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും ആ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. പിശാചും ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പല വാതിലുകളും തുറക്കും. കല്ലപ്പമാക്കാൻ പറയും, വേണ്ടാത്ത പല പ്രവൃത്തികളും ചെയ്യാൻ പറയും. നമ്മളത് ചെയ്യും. പിശാചിനുള്ള വാതിൽ നമ്മൾ 2ഉം തുറന്നും കൊടുക്കും. അങ്ങനെ പിശാച് കയറിയാലോ നമ്മുടെ ഉയർച്ചയ്ക്ക് ദൈവം തുറന്നിരിക്കുന്ന വഴി പിശാച് ആദ്യം ആ വഴി അങ്ങ് അടയ്ക്കും. ഹല്ലേലൂയ. പിശാച് വഴി അടയ്ക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജീവിതത്തിന്റെ വഴി അടഞ്ഞുപോയി ദുഃഖം ഉണ്ടെങ്കിൽ ദൈവം അടച്ചതല്ലത്, അത് പിശാച് അടച്ച വഴിയാണ്. നമുക്ക് ആ വഴി തുറക്കണമെങ്കിൽ ദൈവത്തോട് അടുക്കണം. ഒരു കുർബാന ചൊല്ലിച്ചാൽ മാത്രം പോരാ, ഒരു നേർച്ച അവിടെ ചുണ്ടേപ്പള്ളി ഞങ്ങൾ നേർച്ച മാത്രം പോരാ. ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തി ജീവിതത്തിന് ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി ഞാൻ തുറന്നാൽ, അതാണ് വചനം പറഞ്ഞത്, ഇതാ ഞാൻ നിന്റെ ഹൃദയവാതിൽക്കൽ മുട്ടുന്നു, നീ അകത്തെ സാക്ഷി തുറന്ന് എന്നെ സ്വീകരിച്ചാൽ ഞാൻ അകത്തേക്ക് വരും. ദൈവത്തിന് നമ്മൾ നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കണം. ദൈവം ജീവിതത്തിന് തുറന്നു കൊടുക്കാൻ നേരത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പറയും, മദ്യപാനം മാറ്റാൻ പറയും, ആ സ്വഭാവം മാറ്റാൻ പറയും, ആ സ്വഭാവം മാറ്റാൻ പറയും. നമ്മുടെ ജീവിതത്തിന്റെ കുറെ കാര്യങ്ങൾ ദൈവം മാറ്റാൻ വീടിന്റെ പുറത്ത് നമ്മളോട് പറയും. അത് ഓൺ ദ സ്പോട്ടിൽ മാറ്റിയാൽ ദൈവം അകത്തു വരും. ഇല്ലെങ്കിലോ പിശാച് ഉന്തിത്തള്ളിക്കേറി നമ്മുടെ വഴികൾ പിശാച് അടച്ചു കളയും. പറഞ്ഞേ ഹല്ലേലൂയ.
ചേർന്ന് പറയാം ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വഴി തുറക്കുന്ന ദൈവമാണ്. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് വഴി അടഞ്ഞു പോയതിലുള്ള ദുഃഖമുള്ളത്? ദൈവം വഴി അടച്ചു കളയുന്ന ദൈവമല്ല. നമ്മൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ വഴി അടയ്ക്കത്തില്ല, നമ്മുടെ വഴി തുറക്കും. പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ കടബാധിതയുടെ നടുവിൽ എന്ത് ചെയ്യും? ജപ്തിയുടെ നടുവിൽ എന്ത് ചെയ്യും? രോഗമാണ്, എന്ത് ചെയ്യും? വീടിൽ എന്ത് ചെയ്യും? ഈ കല്യാണം എന്ത്, വിവാഹ സംബന്ധം എന്ത് ചെയ്യും? കുട്ടികളുടെ പഠനം എന്ത് ചെയ്യും? ദൈവം വഴി തുറക്കും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിന്റെ സമീപത്ത് നിന്നപ്പോൾ അവിടെ വഴി തുറന്നത് മോശയല്ല. ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ട് അവരെല്ലാം കൂടെ ബക്കറ്റ് കൊണ്ട് കോരി പറ്റിച്ചപ്പോഴല്ല അവിടെ വഴി ഉണ്ടായത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇസ്രായേൽക്കാർ ചെങ്കടലിന്റെ സമീപത്ത് നിന്നപ്പോ ഈ ദൈവം അല്ലെങ്കിൽ മോശ പറഞ്ഞത് ബക്കറ്റ് കൊണ്ട് കപ്പ് കൊണ്ട് കോരി പറ്റിക്കാൻ, കടൽ കോരി പറ്റിച്ച് ആയുസ് കളയരുത്. പിന്നെ എപ്പോഴാണ് എവിടെ വഴി ഉണ്ടായത്? ഇസ്രായേൽക്കാരിലെ ആളുകൾ ബക്കറ്റ് കൊണ്ട് മോട്ടോർ വെച്ച് അടിച്ചു പറ്റിച്ചതല്ല അവിടെ വഴി, അത് ദൈവം തുറന്ന വഴിയാണ്. ഈജിപ്തുകാർ എത്ര പരിശ്രമിച്ചിട്ടും ആ വഴി അടയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ ഒപ്പത്തിനൊപ്പാൻ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ഞാനും നിങ്ങളും ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് ജോലികൾ ചെയ്ത് സമയം ക്രമീകരിച്ച് വണ്ടിക്കൂലി മുടക്കി ഇവിടെ ത്യാഗത്തോടെ ഇവിടെ വന്ന് ത്യാഗത്തോടെ ഈ അല്പം ചൂട് സഹിച്ച് ഈ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ ഇരിക്കുന്നതെന്ന് അറിയാവോ? നമ്മുടെ ഈ ത്യാഗത്തിന് വിലയുണ്ട്. ദൈവമേ ഒരു വഴി തുറക്കണം എന്നാണ്. ദൈവം ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കൊരു വഴി തുറക്കും. ഒരുപക്ഷെ വിവാഹ തടസ്സമാകും, ജോലി തടസ്സമാകും, ദൈവം വഴി തുറക്കും. ഇസ്രായേൽ ജനത്തിന് ചെങ്കടല് ദൈവം തുറന്നു കൊടുത്തെങ്കിൽ അതിനേക്കാൾ അത്ഭുതകരമായ പ്രവൃത്തി ദൈവം ഈ കൂട്ടായ്മയിൽ ചെയ്യും. പിശാച് നാളുകളായി അടച്ചു വച്ചിരിക്കുന്ന വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിന് മുന്നിലുള്ളതെങ്കിലും ദൈവം ആ വഴി തുറക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ദൈവം വഴി തുറക്കും. പിശാച് എങ്ങനെയാലും ആ വഴി അടയ്ക്കാൻ നോക്കും. പ്രിയപ്പെട്ട, നമുക്കെല്ലാവർക്കും ഒന്ന് ആഗ്രഹിക്കാം, നമ്മുടെ ഒന്ന് കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിന്റെ വഴി എവിടെയെല്ലാം അടഞ്ഞു പോയിട്ടുണ്ടോ അതെല്ലാം ഒന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഇവിടെ സങ്കടമുള്ളവരുണ്ടെന്ന് അറിയാം, ഇവിടെ വേദനിക്കുന്നവരുണ്ട്, പ്രതിസന്ധി ഉള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോകും. ഇവിടെ ഇരിക്കുന്ന ഒരു അപ്പച്ചനോടും അമ്മച്ചിയോട് പറയട്ടെ, നമ്മൾ 10 പേരെ മുമ്പേ വിട്ടിട്ട് കാര്യമില്ല. ഞാനൊരു 50 പേരുടെ മുന്നേ പോയി ആ തടസ്സമൊക്കെ മാറ്റാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന തടസ്സങ്ങളൊന്നുമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങളായിരിക്കും. നമുക്ക് മുമ്പേ ഒരു 50 പേര് പോയിട്ട് കാര്യമില്ല. നമുക്ക് മുമ്പേ ദൈവം പോയിട്ടേ കാര്യമുള്ളൂ. നമുക്ക് മുമ്പേ ദൈവം പോകും. നമ്മുടെ അധ്വാനത്തിന് മുമ്പേ ദൈവം പോകും. നമ്മളുടെ ഉയർച്ചയ്ക്ക് മുന്നേ ദൈവം പോണം. ദൈവം പോയാലോ മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തുറക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും. നമ്മൾ ഈ മലയോടും പിച്ചളവാതിലിനോടും പോരാടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആയുസ് തീരും, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമുക്ക് നിരാശയും വിഷമമായിരിക്കും. ഞാൻ എന്തേരെ പണിയെടുത്ത് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇസ്രായേൽ ജനത്തിന് തുറന്നൊരു വഴി, അതിനേക്കാൾ വിശാലമായ നല്ലൊരു വഴി ദൈവം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി തുറക്കും. പ്രിയപ്പെട്ടവർ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, എല്ലാ വ്യക്തികളും ചിന്തിക്കാനും ആലോചിക്കാനും പ്രാർത്ഥിക്കാനും കഴിവുള്ളവരാണ്. എല്ലാ വ്യക്തികളും കണ്ണുകളടച്ച് ശരിക്കും ഒന്ന് ആത്മശോധന ചെയ്താൽ വാസ്തവത്തിൽ ഇതല്ല ശരി, നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴി അടച്ചത്. നമ്മുടെ ചില പ്രവൃത്തി, നമ്മുടെ ചില ജീവിത രീതി, നമ്മുടെ ചില സ്വഭാവ പ്രത്യേകതകൾ, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അതാണ് വഴി അടഞ്ഞത്. ഇതാ ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നതാണെങ്കിൽ ഒരു മന്ത്രവാദി വിചാരിച്ചാലും, ഒരു ആഭിചാരക്കാരൻ വിചാരിച്ചാലും, ഒരു ബ്ലാക്ക് മാസുകാരൻ വിചാരിച്ചാലും, ഒരു പിശാച് വിചാരിച്ചാലും, എത്ര വലിയ അന്ധകാര ശക്തി മെനക്കെട്ടിരുന്നാലും ആ വാതിൽ അടയ്ക്കാൻ കഴിയില്ല. വിശ്വാസമുള്ളവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.